72 ദിവസങ്ങൾക്കിപ്പുറം അർജുന്റെ മൃതദേഹം ലഭിച്ചതിന്റെ ആശ്വാസത്തിലും പ്രിയപ്പെട്ടവൻ തിരികെ വരില്ലെന്ന വേദനയിലും നിശബ്ദമായിരിക്കുകയാണ് കണ്ണാടിക്കലിലെ അർജുന്റെ വീട്. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ ജനപ്രതിനിധികളടക്കം നാടിന്റെ നാനാതുറയിലുള്ളവർ അർജുന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പ്രതിസന്ധികളും പ്രതീക്ഷകളും നിറഞ്ഞ തിരച്ചിൽ നാളുകൾ. അർജുൻ എന്ത് സംഭവിച്ചു എന്ന ഒരൊറ്റ ഉത്തരത്തിനായുള്ള പ്രാർത്ഥനയും അന്വേഷണവും. കടുത്ത വേദനയിലും ഒരൊറ്റ മനസ്സോടുകൂടി നാടൊന്നാകെ നടത്തിയ അന്വേഷണത്തിന് ഫലം ലഭിച്ചു. DNA പരിശോധനാ ഫലം കൂടി ലഭിച്ചാൽ നടപടികൾ പൂർത്തിയാക്കി അർജുൻ അവസാനമായി വീട്ടിലെത്തും. തിരച്ചിലിൽ കൂടെ നിന്നവർക്കെല്ലാം നന്ദി പറയുകയാണ് കുടുംബം. കൃഷ്ണപ്രിയ അവൾക്ക് നമ്മൾ എന്ത് കൊടുത്താലും മതിയാവില്ല. പക്ഷേ അർജുൻ എന്ന് പറഞ്ഞൊരു നഷ്ടം അവൾക്ക് തീരാ നഷ്ടമാണ്. അവൾക്കൊരു ജോലി കൊടുത്ത് നമ്മുടെ സർക്കാർ അതും ചെയ്ത് അങ്ങനെ എല്ലാവരും ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി ആളുകളും നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ നിന്നുണ്ട്. അതേപോലെ നിങ്ങൾ മീഡിയ ഒരു ശിരൂരെത്തിയാലേ നമുക്ക് മീഡിയ കഷ്ടപ്പെട്ട ഒരു കാര്യം അറിയുള്ളൂ. നിങ്ങൾ ആ വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ അത്രയും ഈ ഒരു ദൗത്യം ഇത്ര വിജയകരമാക്കാൻ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. തുടർച്ചയായ കേരളത്തിന്റെ ഇടപെടലാണ് അർജുനെ കണ്ടെത്തുന്നതിലേക്ക് നയിച്ചതെന്ന് വീട്ടിലെത്തിയ DYFI സംസ്ഥാന അധ്യക്ഷൻ V വസീഫ് പറഞ്ഞു. ഇന്ന് 72ാം നാൾ നമ്മൾ ഒരു പോസിറ്റീവായാലും നെഗറ്റീവായാലും ഫൈൻഡിങ്സിലെത്തിയിരിക്കുകയാണ്. തുടർച്ചയായിട്ടുള്ള ഒരു കേരളത്തിൻ്റെ ഇടപെടൽ കൂടി ഈ ഒരു തെരച്ചിലിന് ഊർജം പകർന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അർജുന്റെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിക്കാനാണ് തീരുമാനം. നിയമപരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതുവരെ കാത്തിരിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, കോഴിക്കോട്.